അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഞാൻ കൗതുകമുള്ള ഒരു വാർത്ത കണ്ടു. എന്താണെന്നറിയോ? ഇതിപ്പോൾ 2024 അവസാനിച്ച് 2025 പ്രവേശിക്കുകയാണ്. അപ്പോൾ ലോകത്ത് ഏറ്റവും ആദ്യം 2025 പ്രവേശിക്കുന്ന രാജ്യം ഏതാണ്? അത് സെൻട്രൽ പസഫിക് സമുദ്രത്തിലുള്ള കിരിബാട്ടി എന്ന് പറയുന്ന ഒരു ചെറിയ രാജ്യം. ആ രാജ്യത്തെക്കുറിച്ച് പൊതുവിൽ പറയപ്പെടുന്ന ഈ ആഗോളതാപനം കൊണ്ടൊക്കെ അത് ജലനിരപ്പ് ഉയരുന്നത് കൊണ്ട് പതുക്കെ പതുക്കെ കടലിലേക്ക് താഴ്ന്നുകൊണ്ടിരിക്കുന്ന രാജ്യം എന്നാണ് അതിനെക്കുറിച്ച് പറയാറുള്ളത്. 2024 ഡിസംബർ 31 ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് ശേഷം 3 മണി ആകുമ്പോഴേക്ക് തന്നെ കിരിബാട്ടി എന്ന് പറയുന്ന രാജ്യത്ത് അവർ 2025 പ്രവേശിച്ചിട്ടുണ്ട്. ലോകത്ത് വിവിധ ടൈം സോണുകളെ അടിസ്ഥാനമാക്കി ആദ്യം ആ ടൈം നോക്കുമ്പോൾ ആദ്യം 24 അവസാനിക്കുന്ന രാജ്യം ആ രാജ്യമാണ്. പിന്നീട് ന്യൂസിലൻഡാണ് എന്നൊക്കെയുള്ള വാർത്ത കാണുകയുണ്ടായി. അപ്പോൾ അവർ അവരുടെ പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ ആഘോഷങ്ങളൊക്കെ വളരെ ഗംഭീരമായി നടക്കുന്ന ഒരു രാജ്യമാണ്. ഞാൻ പറയാൻ വിചാരിക്കുന്ന കാര്യം, പുതുവർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ, ഒരു കലണ്ടർ മാറുമ്പോൾ, ഒരു വർഷം അവസാനിച്ച് മറ്റൊരു വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ അത് ആഘോഷിക്കാനുള്ളതാണോ യഥാർത്ഥത്തിൽ? പൊതുവിൽ ഒരു ആഘോഷത്വര കൂടുതലുള്ള ഒരു സാമൂഹിക സാഹചര്യത്തിലും കാലത്തുമാണ് നമ്മളുള്ളത്. അതുകൊണ്ട് ഏതൊരു കാര്യത്തെയും പരമാവധി ആഘോഷമയമാക്കുക എന്ന ചിന്തയാണ് ആളുകൾക്കുള്ളത്. പ്രത്യേകിച്ച് ന്യൂ ഇയർ, അത് കുറച്ച് കാലമായി ആളുകൾ പരമാവധി, പ്രത്യേകിച്ച് ആ 12 മണി കഴിയുന്ന നിമിഷത്തിന് വേണ്ടി, കേരളത്തേക്ക് സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കൊച്ചി പോലെയുള്ള, എറണാകുളം പോലെയുള്ള വലിയ മെട്രോ സിറ്റികളിലൊക്കെ ആളുകൾ ഒത്തുകൂടി ഇപ്പോൾ ആ ഒരു സംസ്കാരം മറ്റു നഗരങ്ങളിലേക്കും ഗ്രാമങ്ങളിലേക്കും വീടകങ്ങളിലേക്കും വരെ എത്തിയിട്ടുണ്ട്. വീടുകളിലിരുന്നു പോലും ആ സമയത്തിന് കാത്തിരുന്ന് അത് പരമാവധി ആഘോഷിക്കുന്ന ആളുകൾ, ലഹരിയിൽ മുങ്ങിക്കുളിക്കുന്ന, എല്ലാം ഒരു സംഗീതമയമാക്കുന്ന, വലിയ രൂപത്തിലുള്ള കരിമരുന്ന് പ്രയോഗങ്ങളും മറ്റുമൊക്കെ ഉൾപ്പെടുത്തി ഗംഭീരമായി ആഘോഷിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇത് ഒരു ആഘോഷത്തിൻ്റെ സമയമാണോ? ഒരിക്കലുമല്ല എന്നാണ് യാഥാർത്ഥ്യബോധത്തിൽ നിന്നുകൊണ്ട് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അപ്പോൾ ആകെ ഞാൻ വിശദീകരിച്ച് പറയുന്നില്ല, ഒറ്റ പോയിൻ്റ് ചിന്തിച്ചാൽ മതി. എന്താണത്? മലക്കുൽ അർഹാം എന്ന് പറയുന്ന മലക്കുകളുണ്ട്. അതായത് ഗർഭപാത്രത്തിൻ്റെ ചുമതലയുള്ള മലക്ക്. ഒരു കുഞ്ഞ് ഒരു മാതാവിൻ്റെ ഗർഭാശയത്തിൽ രൂപം പ്രാപിച്ച് 40 ദിവസം പിന്നിട്ടാൽ, അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്ന ഒരു ഹദീസാണ്, ആ മലക്കുകൾ 40 ദിവസം കഴിയുമ്പോൾ ആ കുഞ്ഞിനെക്കുറിച്ച് അതിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട അള്ളാഹുവിൻ്റെ വിധിയിലെ കാര്യങ്ങൾ, അള്ളാഹു നിശ്ചയിച്ചു വെച്ച കാര്യങ്ങൾ രേഖപ്പെടുത്തുന്നതാണ്. അള്ളാഹുവിനോട് ആ മലക്ക് ചോദിക്കും, ഈ കുഞ്ഞ് ആണാണോ പെണ്ണാണോ? ഈ കുഞ്ഞിൻ്റെ ഭക്ഷണം, ഉപജീവനം എങ്ങനെയാണ്? ഈ കുഞ്ഞിൻ്റെ ആയുസ് എത്രയാണ്? ആ അജൽ അവിടെ രേഖപ്പെടുത്തുമെന്നാണ്. ആ കുട്ടിയുടെ അജൽ 40 ദിവസം പിന്നിടുമ്പോൾ ആ ഗർഭപാത്രത്തിൻ്റെ ചുമതലയുള്ള മലക്ക് അവിടെ രേഖപ്പെടുത്തും. അത് എത്രയാണോ രേഖപ്പെടുത്തിയിട്ടുള്ളത് അതുവരെയാണ് മനുഷ്യൻ ജീവിക്കുക. അഥവാ നമ്മുടേത് ഒരു അനന്തമായ ജീവിതമല്ല ഈ ഭൂമിക്ക് പുറത്തുള്ളത്. ആളുകളുടെ നിലപാടുകൾ കാണുമ്പോൾ, സമീപനങ്ങൾ കാണുമ്പോൾ, ആളുകളുടെ ആഘോഷിക്കാനുള്ള ആവേശം കാണുമ്പോൾ ഇതൊരു അനന്തമായ ജീവിതമാണെന്നും ഓരോ വർഷം കഴിയുമ്പോഴും തനിക്ക് പുതിയ എന്തോ കിട്ടാനിരിക്കുന്നു എന്നുമുള്ള ഒരു ചിന്തയാണ് ആളുകളുടെ മനസ്സിലുണ്ടാവുക. യഥാർത്ഥത്തിൽ തനിക്ക് ഒരു ഭീമമായ നഷ്ടമാണ് സംഭവിച്ചിട്ടുള്ളത്. ആ 40 ദിവസം പിന്നിടുമ്പോൾ ഗർഭാശയത്തിൻ്റെ ചുമതലയുള്ള മലക്ക് ഏത് കാലമാണ്, എത്ര ആയുസ്സാണോ അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം അവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത്, അതിൽ നിന്ന് ഒരു വർഷം കൂടി കൊഴിഞ്ഞുപോയി. നോക്കൂ, നമ്മുടെ കൈകളിലുള്ള വിഭവങ്ങൾ കുറഞ്ഞു പോകുമ്പോൾ നമുക്ക് ദുഃഖമാണ് ഉണ്ടാവുക. ബാങ്കിലുള്ള ബാലൻസ് അതിങ്ങനെ ഓരോ ദിവസം കഴിയുന്തോറും കുറയുമ്പോൾ എന്താണ് തോന്നുക? കയ്യിലുള്ള ഭക്ഷണ വിഭവങ്ങൾ, ഒരാൾക്ക് ഒരു 10 കിലോ അരി കൊടുത്തു, എന്നിട്ട് പറഞ്ഞു നിനക്കിത് ഒരു വർഷത്തേക്കുള്ളതാണ്. അതിൽ നിന്ന് ഓരോ മണി തീരുമ്പോഴും അയാളുടെ ഉള്ളിലൊരാദിയുണ്ടാകും.
എൻ്റെ കയ്യിലുള്ളത് കഴിഞ്ഞു പോവുകയാണല്ലോ. പണം കഴിഞ്ഞു പോകുമ്പോൾ മനസ്സിലൊരു പേടിയുണ്ടാവും. തൻ്റെ കയ്യിലുള്ളത് യാത്ര പോകുന്നു, ദീർഘമായ യാത്ര പോകുന്നു, എണ്ണപ്പെട്ട പണമാണ് കയ്യിലുള്ളത്. അതിൽ നിന്ന് ഓരോ രൂപ കുറയുമ്പോഴും, ഓരോ ഡോളർ കുറയുമ്പോഴും, ഓരോ ദിർഹമോ റിയാലോ ദീനാറോ എന്തോ ആകട്ടെ, അത് കുറയുമ്പോഴും മനുഷ്യൻ്റെ ഉള്ളിലുണ്ടാകുന്നത് പേടിയാണ്. ഇത് കഴിഞ്ഞു പോകുന്നു. എന്നാൽ സഹോദരങ്ങളെ, മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ടത് അവൻ്റെ സമയമാണ്. പകരം വെക്കാനില്ലാത്തത്, വില കൊടുത്തു വാങ്ങാൻ കഴിയാത്തത്. ലോകത്തെ മുഴുവൻ കാര്യങ്ങളും ഒരു മനുഷ്യൻ്റെ ഉടമസ്ഥതയിലാണ്. ലോകത്തെ മുഴുവൻ സമ്പത്തും ഒരാളുടെ കൈകളിലുണ്ട്. അത് മുഴുവൻ കൊടുത്താലും ഒരു വയസ്സ് നീട്ടിക്കിട്ടുമോ? ഒരു മാസം നീട്ടിത്തരുമോ? അത് മുഴുവൻ ചെലവഴിച്ചാലും ഒരു മിനിറ്റോ ഒരു സെക്കൻഡോ നമുക്ക് നിശ്ചയിക്കപ്പെട്ട ആയുസ്സിൽ നിന്ന് ദീർഘിപ്പിക്കാൻ നമുക്ക് കഴിയുമോ? അത്രമേൽ അമൂല്യമാണ്. അതുകൊണ്ട് തന്നെ ഒരു വർഷം കഴിയുമ്പോൾ ജീവിതത്തിലെ അള്ളാഹു നമുക്ക് നിശ്ചയിച്ചു തന്ന വർഷങ്ങളിലെ, മാസങ്ങളിലെ, ആഴ്ചകളിലെ, ദിവസങ്ങളിലെ, മണിക്കൂറുകളിലെ, മിനിറ്റുകളിലെ, സെക്കൻഡുകളിലെ, മൈക്രോ സെക്കൻഡിലെ വളരെ പ്രധാനപ്പെട്ട ഭാഗം കഴിഞ്ഞുപോയി എന്ന ചിന്തയാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞൊരു വർഷം എനിക്ക് എന്ത് ചെയ്യാൻ സാധിച്ചു എന്നാണ് ഒരു വർഷം കലണ്ടർ മാറുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത്. എനിക്കെന്തു ചെയ്യാൻ കഴിഞ്ഞു? മരണാനന്തരം ഒരു ജീവിതമുണ്ടല്ലോ, അതിലേക്ക് എന്ത് സമ്പാദിക്കാൻ കഴിഞ്ഞു? ഞാൻ ചെയ്ത നന്മകളുടെ അളവ് എത്രയാണ്? എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയ തിന്മകളുടെ അളവ് എത്രയാണ്? എൻ്റെ ജീവിതത്തിൽ വന്നുപോയ കുറ്റങ്ങളുടെ എണ്ണം എത്രയാണ്? ഞാൻ എത്ര പണം നന്മയിൽ ചെലവഴിച്ചിട്ടുണ്ട്? ഞാൻ എത്ര സമയം നല്ല കാര്യങ്ങൾക്ക് വേണ്ടി നീക്കിവെച്ചിട്ടുണ്ട്? ഞാൻ എൻ്റെ ജീവിതത്തിലെ എത്ര സമയം ജനങ്ങൾക്ക് ഉപകാരമുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട്? ഇത്തരം ഗൗരവമുള്ള ചിന്തയാണ് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. ഇന്ന് രാവിലെ ഈ പ്രോഗ്രാമിൽ റെക്കോർഡ് ചെയ്യുന്ന ദിവസം രാവിലെ കേരളത്തിൽ അറിയപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വായിച്ചു. അതിലുള്ള എന്താണെന്നറിയാമോ? 2024 ഞാൻ വായിച്ച പുസ്തകങ്ങൾ. അദ്ദേഹം കുറച്ച് പുസ്തകങ്ങൾ ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ്. വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട, വിവിധ ഫന്നുകളിൽപ്പെട്ട, അതിൽ സാഹിത്യമുണ്ട്, ചരിത്രമുണ്ട്, സമകാലിക സംഭവ വികാസങ്ങളെ, രാഷ്ട്രീയങ്ങളെ ഒക്കെ അനാവരണം ചെയ്യുന്ന പലതരത്തിലുള്ള പുസ്തകങ്ങളുണ്ട്. എനിക്ക് വളരെ കൗതുകം തോന്നി. ഒരു വർഷക്കാലം അദ്ദേഹം അത്രയും പുസ്തകങ്ങൾ വായിച്ചു തീർത്തിട്ടുണ്ട്. ഞാൻ പറയുന്നത്, പുതിയൊരു വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ പ്ലാൻ ചെയ്യേണ്ടതാണ്. നമുക്കൊരു പ്ലാനാണ് ഉണ്ടാകേണ്ടത്. നമ്മൾ ആസൂത്രണം ചെയ്യേണ്ടത് അടുത്തൊരു വർഷക്കാലം ഇൻഷാ അല്ലാഹ് അള്ളാഹു നമുക്ക് ആയുസ് ദീർഘിപ്പിച്ച് തരികയാണെങ്കിൽ ഞാൻ എത്ര പുസ്തകങ്ങൾ വായിക്കും? ഞാൻ ഏതെല്ലാം പുസ്തകങ്ങൾ വായിക്കും? ഞാൻ എത്ര ഖുർആൻ ആയത്തുകൾ മനഃപ്പാഠമാക്കും? ഞാൻ വിശുദ്ധ ഖുർആനിൽ നിന്ന് എത്ര അധ്യായങ്ങളുടെ ആശയം പഠിക്കും? എനിക്ക് എത്ര തവണ ഖുർആൻ ഓതി തീർക്കാൻ സാധിക്കും? എൻ്റെ സമ്പത്ത്, എനിക്ക് ഒരു ദിവസത്തിലുള്ള വരുമാനം, അല്ലെങ്കിൽ ഒരാഴ്ചയിലുള്ള വരുമാനം, അല്ലെങ്കിൽ ഒരു മാസത്തിലുള്ള വരുമാനം, അതിൽ നിന്ന് നന്മയ്ക്കു വേണ്ടി പാവങ്ങളെ സഹായിക്കാൻ, പാവപ്പെട്ടവർക്ക് വീടുണ്ടാക്കി കൊടുക്കാൻ, അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക്, ദീനി സ്ഥാപനങ്ങളിലേക്ക് എത്ര വിഹിതം നീക്കി വെക്കാൻ കഴിയും? അങ്ങനെ ഓരോ ആഴ്ചയും, ഓരോ ദിവസവും, അല്ലെങ്കിൽ ഓരോ മാസവും നീക്കി വെക്കുന്ന തുക, അതൊരു വർഷത്തേക്ക് ഞാൻ ഇപ്പോൾ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ 2025 എനിക്ക് എത്ര രൂപ ഇനത്തിൽ ചെലവഴിക്കാൻ കഴിയും? നോക്കി, അറബ് ലോകത്തൊക്കെ പള്ളി ഉണ്ടാക്കി കൊടുക്കുന്ന, മദ്രസകൾക്കൊക്കെ സംഭാവന നൽകുന്ന ധാരാളം അറബ് സഹോദരങ്ങളുണ്ട്. അവർ പലപ്പോഴും അവരുടെ കയ്യിൽ, അവർ വലിയ സമ്പന്നന്മാരായതുകൊണ്ടോ അവരുടെ കയ്യിൽ സാമ്പത്തികമായ വലിയ സ്രോതസ്സുള്ളത് കൊണ്ടോ അല്ല പലപ്പോഴും അവർ ഇങ്ങനെ പള്ളികൾ ഉണ്ടാക്കുന്നത്. ഒരു പള്ളി ഉണ്ടാക്കിയാൽ അതുകൊണ്ട് കിട്ടാവുന്ന അള്ളാഹുവിൻ്റെ പ്രതിഫലം മനസ്സിലാക്കി അവർ അവരുടെ നിത്യവരുമാനത്തിൽ നിന്നൊരു ചെറിയ വിഹിതം മാറ്റിവെക്കുന്നു. മാറ്റിവെച്ച് ഒരു 5 വർഷം കഴിയുമ്പോൾ, 10 വർഷം കഴിയുമ്പോൾ, 20 വർഷം കഴിയുമ്പോൾ ഒരു വലിയ തുകയായി മാറും. അതുകൊണ്ടവർ ഏതെങ്കിലും ഒരു പ്രദേശത്ത് പോയി ഒരു പള്ളി ഉണ്ടാക്കി കൊടുക്കും. നിങ്ങൾ നോക്കൂ, മൻ ബനാലില്ലാഹി മസ്ജിദൻ, അള്ളാഹുവിന് വേണ്ടി ഒരു വീട് ഒരാളുണ്ടാക്കിയാൽ, കമഫ്ഹസത്തെ ഖതാത്തിൻ, ഒരു കാടപ്പക്ഷിയുടെ കൂടിനോളം വലുപ്പമുള്ളത്, ഔ അസ്ഗറ, അല്ലെങ്കിൽ അതിനേക്കാൾ ചെറുതുണ്ടാക്കിയാൽ, ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, അള്ളാഹു അയാൾക്ക് സ്വർഗത്തിലൊരു വീടുണ്ടാക്കി കൊടുക്കുന്നതാണ്. ഒരു 10 കൊല്ലത്തെ അധ്വാനത്തിൻ്റെ ഒരു വിഹിതം മാറ്റിവെക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഇവിടുത്തെ സ്വപ്നങ്ങളെ പൂവണിയിക്കാനല്ല, ഇവിടുത്തെ ലക്ഷ്യങ്ങളെ സാക്ഷാത്കരിക്കാനല്ല, സ്വർഗത്തിലേക്കൊരു വീട് എന്ന സ്വപ്നത്തെ പൂവണിയിക്കാനാണ്. ഞാൻ പറയുന്നത്, വായനയിൽ നമുക്കൊരു പ്ലാൻ ഉണ്ടാകണം, നമ്മുടെ സാമ്പത്തിക കാര്യങ്ങളിൽ നമുക്കൊരു പ്ലാൻ ഉണ്ടാകണം, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമുക്കൊരു പ്ലാൻ ഉണ്ടാകണം, പഠനത്തിൽ നമുക്കൊരു പ്ലാൻ ഉണ്ടാകണം.
ഓരോ കാര്യത്തിലും അതൊക്കെ നടക്കണമെങ്കിൽ നമ്മുടെ നിത്യജീവിതത്തെ അതിനനുസരിച്ച് ക്രമീകരിക്കണം. വായനയ്ക്ക് വേണ്ടി ഓരോ ദിവസവും എത്ര മിനിറ്റ് നീക്കിവെക്കാൻ സാധിക്കും, എത്ര മണിക്കൂർ നീക്കിവെക്കാൻ കഴിയും? ഒരുപാട് സമയമൊന്നും നീക്കിവെക്കണമെന്നില്ല. ഈ അടുത്ത് ഒരാളുടെ ഒരു ചെറുപ്പക്കാരൻ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ പൊതുവിൽ ആളുകൾക്ക് ഉപകാരമുള്ള കുറേ കാര്യങ്ങൾ സംസാരിക്കുന്ന ഒരാളുടെ ഒരു സംസാരം കേട്ടു. അതിലെത്ര കണ്ട് വസ്തുതയുണ്ട് എന്നറിയില്ല. പക്ഷെ അത് നമുക്ക് ചിന്തിക്കുമ്പോൾ നമ്മുടെ ലോജിക്കിനെ തൃപ്തിപ്പെടുത്തുന്നതാണ്. നമുക്ക് ബുദ്ധിപരമായി അത് ശരിയാകാമെന്ന് തോന്നുന്നൊരു സംഗതിയാണ്. എന്തായാലും അദ്ദേഹം പറഞ്ഞെന്നറിയോ, ഒരാൾ ഒരു വിഷയം അയാൾക്ക് താല്പര്യമുള്ളൊരു വിഷയത്തിൽ എല്ലാ ദിവസവും അരമണിക്കൂർ അയാൾ വായിക്കുന്നു. ഒരു വിഷയം, ഏതെങ്കിലും ഒരു വിഷയം, ഉദാഹരണം ഇയാൾക്ക് ശാസ്ത്രമാണ്, അത് ചരിത്രമാണ്. ചരിത്രത്തിൽ എല്ലാ ദിവസവും അയാൾ അരമണിക്കൂർ ചരിത്രം വായിക്കാൻ വേണ്ടി നീക്കി വെച്ചാൽ 5 വർഷം കൊണ്ട് അയാൾ ആ വിഷയത്തിലെ ലോകത്തിലെ നമ്പർ 1 ആകുന്നതാണ്. ലോകത്തിലെ നമ്പർ 1 ആകും. 5 വർഷം എല്ലാ ദിവസവും അരമണിക്കൂർ അയാൾ ഒരു പ്രത്യേകമായിട്ടുള്ള വിഷയം വായിക്കാൻ വേണ്ടി നീക്കി വെച്ചാൽ. നമുക്ക് നമ്മൾ മതം പഠിക്കാനാണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ എല്ലാ ദിവസവും അരമണിക്കൂർ നമ്മൾ നീക്കി വെക്കുക. 15 മിനിറ്റ് ആണെങ്കിലോ 5 എന്നുള്ളത് കുറച്ചുകൂടി കാലം കൂടും. നമുക്ക് ലോകത്തെ നമ്പർ 1 ആകണം എന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. പക്ഷെ നമ്മൾ എന്താണോ അറിയാൻ ആഗ്രഹിക്കുന്നത് അതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ നമുക്ക് സാധിക്കും. അപ്പോൾ വായിക്കണമെന്ന് ആഗ്രഹിക്കുന്നവന് ദിവസത്തിൽ അതിനൊരു സമയം ഉണ്ടാകണം. പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ദിവസത്തിൽ അതിനൊരു സമയം കണ്ടെത്തണം. അയാൾ സാമ്പത്തികമായി സഹായിക്കണം, എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് വിചാരിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾ അതിനുവേണ്ടി തൻ്റെ വരുമാനത്തിൽ ഒരു നിശ്ചിത വിഹിതമെന്ന് പ്ലാൻ ചെയ്ത് മാറ്റിവെക്കണം. എന്നാൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് 2024 തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്കൊരു നിരാശയാണ് തോന്നുന്നതെങ്കിൽ, വെറുതെ ഒരു വർഷം കഴിഞ്ഞു പോയല്ലോ, എനിക്ക് പ്രത്യേകിച്ചൊന്നും വ്യക്തിപരമായോ കുടുംബത്തിന് വേണ്ടിയോ നാടിന് വേണ്ടിയോ സമൂഹത്തിന് വേണ്ടിയോ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ, കുറ്റങ്ങൾ ഒരുപാടുണ്ട് എന്ന ഒരു ചിന്തയാണുള്ളെങ്കിൽ ആത്മാർത്ഥമായി അള്ളാഹുവിലേക്ക് തപിച്ചു മടങ്ങാനുള്ള സമയമാണിത്, ഖേദിച്ചു മടങ്ങാനുള്ള സമയമാണിത്. അതോടൊപ്പം അടുത്തൊരു വർഷം പിന്നിടുമ്പോഴും അള്ളാഹു ആയുസ്സത്തെ അനുഗ്രഹിക്കുകയാണെങ്കിൽ ഇങ്ങനെ വിലപിക്കേണ്ട, നിരാശപ്പെടേണ്ട ഒരവസ്ഥ ഉണ്ടാകാതിരിക്കാൻ ഒരു നല്ല പ്ലാൻ. ഈ സംസാരം കേട്ടുകഴിഞ്ഞാൽ നിങ്ങളൊരു പേനയെടുക്കണം, ഒരു പുസ്തകമെടുക്കണം. അതിൽ വൃത്തിയായി എന്നും പെട്ടെന്ന് കീറിപ്പോകുന്ന നശിച്ചു കളയുന്നൊരു പുസ്തകമല്ല, സൂക്ഷിച്ചു വെക്കുന്ന ഒരു ഡയറിയിൽ, ഒരു പുസ്തകത്തിൽ, ഒരു പേപ്പറിൽ നിങ്ങളുടെ ദിവസങ്ങളെ, മാസങ്ങളെ, ആഴ്ചകളെ പ്ലാൻ ചെയ്ത് അതിൻ്റെ ലക്ഷ്യം അതിൻ്റെ താഴെ എഴുതി വെച്ച് അത് ഇന്നൊന്ന് എടുത്തു നോക്കി അത് യാഥാർത്ഥ്യമാക്കാൻ സാധിച്ചാൽ അടുത്തൊരു വർഷം ഇൻഷാ അല്ലാഹ് നമുക്ക് ഫലപ്രദമാക്കാൻ സാധിക്കും. ഈ ഒരു പുതിയ വർഷത്തിലേക്ക് മാറുമ്പോൾ അത്തരമൊരു ചിന്തയാകട്ടെ നമ്മെ നയിക്കുന്നത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹബിഹി വസല്ലം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.